ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടാ. ഇന്ന് ഞങ്ങൾക്കൊരു ബ്ലിസർഡ് വാർണിംഗ് ഉണ്ട്. കഴിഞ്ഞ സ്റ്റോമിന് ശേഷം ഒരു മാസം എടുത്തിട്ട് ഞങ്ങളുടെ എല്ലാ സ്നോയും ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കാണ് ഇത് അടുത്ത വാർണിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ 2 ക്ലോസ് ഫ്രണ്ട്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായി. ഹൗസ് വാമിങ്ങിന് ശേഷം അവർ ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ വീട് കാണാൻ വരുന്നത്. അപ്പൊ അവളെ എനിക്ക് കൊണ്ടുവന്ന 2 ഗിഫ്റ്റ്സ് കാണിക്കാമേ. ഒന്ന് സാൻഡൽവുഡിന്റെ സ്മെല്ലുള്ള ഒരു ബ്യൂട്ടിഫുൾ കാൻഡിലാണ്. നല്ലൊരു കോസി സ്മെല്ലും ഹോംലി വൈബുമാണ് കേട്ടോ ഈ ഒരു കാൻഡിലിന്. പിന്നെ ഒരു കുക്ക്വെയർ സെറ്റ് ആണ് അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. സെറാമിക്കിന്റെ ഒരു നോൺ സ്റ്റിക് പാൻ സെറ്റ് ആണ്. 5 വർഷത്തിന് ശേഷമാണ് അവർ യുഎസിലോട്ട് തിരിച്ചു വരുന്നത് കേട്ടോ, കാനഡയിൽ നിന്ന്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെ കാണാനും അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്. നോമ്പാണെങ്കിൽ കൂടി നോമ്പ് തുറന്നതിന് ശേഷം അവരായിട്ട് കുറെ നല്ല മൊമെന്റ്സ് സ്പെൻഡ് ചെയ്തേ. എപ്പോ കണ്ടാലും സെയിം ആയിട്ടുള്ള ഒരു വൈബാണ് ഞങ്ങൾ എല്ലാവരും. മേജർ ക്ലീനിങ് എല്ലാം ഇന്നലെ കഴിഞ്ഞ കാരണം ഇന്ന് ചെറിയ തോതിലുള്ള ഒരു റീസെറ്റ് മാത്രമേ ഉള്ളൂ. ഡിഷ് വാഷർ ലോഡിങ്ങും മോൾക്കുള്ള ഫുഡും. പിന്നെ ഇന്ന് വേറെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ആക്ച്വലി ഇൻവൈറ്റ് ഉണ്ടായി കേട്ടോ. പക്ഷെ ബ്ലിസർഡ് വാർണിംഗ് ആയതുകൊണ്ട് നമ്മൾ എവിടേക്കും പോയില്ല. സ്നോ സ്റ്റോമിന്റെ തന്നെ ഒന്നും കൂടെ സിവിയർ കണ്ടീഷൻ ആണ് കേട്ടോ ബ്ലിസർഡ് എന്ന് പറയാം. ഈ സമയത്ത് വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും, ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് അവർ നമുക്ക് എക്സ്ട്രാ വാർണിംഗ് ഒക്കെ തരുന്നത്. പിന്നെ വിൻഡിനും എക്സ്ട്രാ ഒരു ശക്തിയുള്ള ടൈമാണ് കേട്ടോ ഈ ബ്ലിസർഡില്. നമുക്ക് 10 മണിക്ക് രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് വാർണിംഗ് വന്നായിരുന്നു. പക്ഷെ കറക്റ്റ് തുടങ്ങാൻ വേണ്ടി ഒരു 4 മണി 4:30 ആയിട്ടോ ഈവനിങ്. രാവിലെ എല്ലാം കുറച്ച് മഴയായിട്ടുള്ള രീതിയിലാണ് സ്നോ പെയ്തത്. പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തു. മോളുടെ യുഎസിലെ പാസ്പോർട്ട് എക്സ്പയർ ആവാനായിട്ടുണ്ടായി. അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്ക്സും നോക്കിട്ടോ ഞാന്. പിന്നെ ഇതാ ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് കൺസിസ്റ്റൻസി. കഴിഞ്ഞ സ്നോ സ്റ്റോമിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ബ്ലിസർഡ് ടൈമിലുള്ള സ്നോ. നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വാട്ടറും എല്ലാം സെറ്റാക്കി വെച്ചു. ഇന്നലെ ഹെവി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും ഒക്കെ. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം ഇന്നുണ്ടായി നോമ്പ് തുറക്കാൻ നേരത്തെ. അപ്പൊ അത് ഹെവി ആയതുകൊണ്ട് ഞങ്ങൾ നോമ്പ് തുറ ടൈമെല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. യൂഷ്വലി ഭയങ്കര ബിസി ആയിട്ടുള്ള റൂട്ടീനാണ് മൺഡേ ത്രൂ ഫ്രൈഡേയും സാറ്റർഡേ സൺഡേയും ഒക്കെ. വർക്കില്ലെങ്കിൽ വീട്ടിലെ വർക്ക്, ഇല്ലെങ്കിൽ ക്ലീനിങ് സെറ്റിങ് എല്ലാം കാണും. അങ്ങനെയുള്ള ഒരു ബിസി ലൈഫിൽ ഇന്ന് എനിക്ക് ശരിക്കും റെസ്റ്റ് കിട്ടിയ ഒരു സൺഡേ ആയിട്ട് ഫീൽ ചെയ്തുട്ടാ. എന്റെ ബോഡിയും മൈൻഡൊക്കെ ഒന്ന് റീസെറ്റ് ആയ പോലെ തോന്നി. പിന്നെ രാത്രി കുറച്ചു നേരം സ്നോ ആസ്വദിക്കാൻ വേണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങി നിന്ന് അതോടെ ഈ ഡേ വൈൻഡപ്പും ചെയ്തു. അപ്പൊ എല്ലാവരോടും ബൈ.